റീഡിംഗ് എന്ന് പറയുന്നത് റൈറ്റിങ്ങിന് ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ആ ഫോർമാറ്റിലായിരിക്കും ഒരു എസ് എഴുതിയിട്ടാവുക അല്ലെ. ആ എസ് എഴുതുന്ന ഫോർമാറ്റ് എല്ലാവർക്കും ബാധക. റീഡിങ്ങിന്റെ ബേസിക് തീം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ആദ്യത്തെ പാരഗ്രാഫിന്റെ അകത്തുനിന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും, ഒരു ഹുക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതിന്റെ ഒരു തിസീസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിന്റെ അകത്ത്. സപ്പോർട്ടിംഗ് പാരഗ്രാഫുകളുടെ അകത്തെല്ലാം ഒരു ടോപ്പിക് സെന്റൻസ്, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ എക്സാമ്പിള്, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ വിവരിച്ചിരിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ കൂട്ടി വിവരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, പിന്നെ അതിന്റെ ഒരു കൺക്ലൂഷൻ. അതിന്റെ അടുത്ത സപ്പോർട്ടിംഗ് പാരഗ്രാഫിലും ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിള് ആൻഡ് കൺക്ലൂഷൻ. കൺക്ലൂഷന്റെ അകത്ത് ഇതെല്ലാം കൂടെ കൂട്ടി കൺക്ലൂഡ് ചെയ്ത ഒരു 3 സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കും. അങ്ങനെയാണ് നമ്മൾ എസ് എഴുതാൻ പഠിച്ചത്. നമ്മൾ ഈ സെയിം ഫോർമാറ്റ് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ഒരു റീഡിങ് പാസേജ് എടുത്തു കഴിയുമ്പോൾ. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമ്മൾ പിന്നെ വേറൊരു കാര്യം വിചാരിക്കുക, റീഡിങ് പാസേജിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്ന് പറയുമ്പോൾ ആദ്യത്തെ സെന്റൻസ് എപ്പോഴും ടോപ്പിക് സെന്റൻസ് ആയിരിക്കും, അവസാനത്തെ സെന്റൻസ് എപ്പോഴും കൺക്ലൂഷൻ ആയിരിക്കും. നല്ലവണ്ണം കഴിവുള്ള ആൾക്കാര് അത് നമ്മളെ ഒന്നും കൂടി ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ എക്സാമ്പിൾ അവര് ടോപ്പിക് സെന്റൻസ് കഴിഞ്ഞാൽ അതിന്റെ അടി തന്നെ കൊടുത്തിരിക്കും, പിന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കും. എന്നാലും ഈ ടോപ്പിക് സെന്റൻസും കൺക്ലൂഷനും നമ്മൾ വ്യത്യാസമില്ല. നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് ടോപ്പിക് സെന്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് സെന്റൻസിനെ കുറിച്ച് ആയിരിക്കണം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് ഒരു നല്ലൊരു സാറ് എഴുതിയൊരു ബുക്കാണിത്. ഈ ബുക്ക് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ എവരി വൺ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിങ്ങിനെ ഞാൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണിത്. ഈ സാറും ഒരു IELTS ടീച്ചർ ആയിരുന്നു. I think he's an Australian thing, but this is a brilliant book. So നമുക്കിന്ന് ആ റീഡിങ്ങിനെ എങ്ങനെ നോക്കാം. ചുമ്മാ കേട്ടിരുന്നാൽ മതി കേട്ടോ. കാരണം നോട്ട്സ് ഒന്നും എഴുതിയിരിക്കണ്ട. ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അത് ഫേസ്ബുക്കിന്റെ പേജിൽ അത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ ഒന്നും കൂടെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലവണ്ണം മനസ്സിലാവും. റൈറ്റ്, നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തൊന്ന് പോയി നോക്കാം എന്താണ് ഈ സാറ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. Reading is the hardest section academic module most of the examiners. But if you practice to read, if you have a good idea about the questions patterns, how to approach them, solve correctly, you can hit the target easily. So, നമ്മൾ റീഡിങ്ങിന് പോകുമ്പോൾ നമ്മൾ 3 ഗോൾ സെറ്റ് ചെയ്തു. ഒന്നാമത്തെ ഗോള്, if you have a good idea about the sentence questions pattern. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. സ്വർണ്ണയോ അല്ലെങ്കിൽ നോട്ട് ഗീവണോ അതല്ലെങ്കിൽ ഷോർട്ട് ആൻസറോ എന്താണെങ്കിലും അപ്പൊ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നമ്മൾ നോക്കിയിരിക്കണം. ഹൗ ടു അപ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പാറ്റേണെയും ഓരോ രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടത്. എല്ലാത്തെയും നമ്മൾ സെയിം ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ അതെങ്ങനെ സോൾവ് ചെയ്യണം കറക്റ്റ്ലി ആയിട്ട്. ബേസിക്കലി നമ്മുടെ ബേസിക് തീം നമ്മൾ ആലോചിക്കുക. മലയാളത്തിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, പശു എന്നാണ് ജേഴ്സി എന്നാണ് ഈ നമ്മുടെ ആൻസറിൽ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് പശു എന്നാണ്. നമ്മൾ പശു എന്ന് പറയുന്ന ആ ഒരു വാക്ക് എടുത്തുകൊണ്ട് നമ്മൾ തപ്പാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട 2 വാക്കുകളാണ്. പശുവിന്റെ വേറെ 2 വാക്കാണ് ജേഴ്സി എന്നും കന്നുകാലി എന്നും. അപ്പോ ഒരിക്കലും നെവർ എക്സ്പെക്ട് മിറാക്കിൾസ്. ഈ പശുവിനെ ഒരിക്കലും ആ പേപ്പറിൽ കാണാൻ പറ്റില്ല. സോ അവർ മൈൻഡ് ഈസ് ഓൾറെഡി ഫിക്സ്ഡ്. കാരണം നമ്മൾ എക്സ്ട്രീംലി പാരനോയ്ഡ് അബൌട്ട് ദാറ്റ്. വി ആർ ലുക്കിംഗ് ഫോർ ജേഴ്സി നാൽക്കാലി. അപ്പൊ ഇതിന്റെ ബേസിക് തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിന്റെ തന്നെ സിനോണിമസ് നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ റീഡിങ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം ബേസിക്കലായിട്ട് ഒരു പരിധി നോക്കുമ്പോൾ.
You may use the technique of speed reading, which are available on internet. നമുക്ക് നോക്കാം കേട്ടോ, സ്പീഡ് റീഡിങ് ഞാൻ പറഞ്ഞുതരാം. അതൊരു സിമ്പിൾ ടെക്നിക്ക് തന്നെ ഉണ്ട്. But remember, you have to skim with a good comprehension. Because the questions are much weird, don't read or skim the passage at once. ഒറ്റയടിക്ക് നമ്മൾ റീഡ് മൊത്തം സ്കിമ്മ് ചെയ്യാനോ മൊത്തം റീഡ് ചെയ്യാനോ പോകരുത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് റീഡിങ്ങിന്റെ അകത്ത് ടൈം. കാരണം നമുക്ക് 60 മിനിറ്റേ കിട്ടുന്നുള്ളൂ. ബിക്കോസ് യു ലൂസ് ദ ടൈം. At the same time, too many informations will make congestion in your head like traffic jam on the road. Another important fact is that in IELTS passage, you will find a lot of big, very big sentences. Okay. എപ്പോഴും നമ്മൾ കാണുക, നമ്മളെ കാത്തിരിക്കുന്ന എല്ലാം വലിയ സെന്റൻസുകളായിരിക്കും. പക്ഷെ ഒരു ബേസിക് തീമുണ്ട്. ഒരു സെന്റൻസിൽ ഒരു ഐഡിയയെ പറയാൻ പറ്റുള്ളൂ. എപ്പോഴും ഒരു സെന്റൻസിന്റെ അകത്ത് ഒരു ഐഡിയ കാണുകയുള്ളൂ. ഓക്കെ, ആൻഡ് യു മേ കൺഫ്യൂസ് കോംപ്രിഹെൻഷൻ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന സെന്റൻസുകൾക്കെല്ലാം വി ആർ എക്സ്പെക്ടിങ് 20 to 30 വേർഡ്സ്. In that case, it is better to read part by part and comprehend it. അപ്പോ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് വായിക്കാം. ഓക്കെ, ഒരു സെന്റൻസ് എത്ര വലുതാണെങ്കിലും നമ്മൾ ഇന്നലെ കണ്ടു, സെന്റൻസുകൾ എന്ന് പറയുന്നത് സിമ്പിൾ സെന്റൻസുകളെ കോർത്തിണക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സെന്റൻസ് എത്ര വലുതാണെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് ബൈക്കുകളും ഉണ്ടാവും, കുറച്ച് ബാസ്ക്കറ്റുകളും ഉണ്ടാവും. ബേസിക്കലി നമ്മുടെ തിങ്കിങ് അങ്ങനെയാ. ഓക്കെ, വി ആർ ഗോയിങ് ടു ബാസ്ക്കറ്റ് ബൈക്ക്, ആ ഒരു ഫോർമാറ്റിലായിരിക്കും എല്ലാ സെൻസും ഉണ്ടാക്കുക. ബെറ്റർ ട്രൈ ടു കോംപ്രിഹെൻഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. യു മേ ഫൈൻഡ് വേർഡ്സ് ദോസ് യു ഡോണ്ട് നോ. നമുക്ക് ഒരിക്കലും അറിയാൻ പാകാത്ത വാക്കുകൾ കണ്ടേക്കാം. ഡോണ്ട് ബി പസിൽഡ് ഫോർ ദാറ്റ്. അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ട്രൈ ടു കോംപ്രിഹെൻഡ് ഇൻഫർമേഷൻ വിത്തൗട്ട് നോയിങ് ഓൾ ദ വേർഡ്സ്. അതിന്റെ അർത്ഥം നമ്മൾ എന്താ പറയണേ, മൊത്തത്തില് ആ സെന്റൻസിന്റെ അർത്ഥം നമ്മൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. വാക്കുകളുടെ അർത്ഥം ഒരിക്കലും നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. ഫോർ ദിസ് ട്രൈ ടു ലേൺ സെന്റൻസ് സ്ട്രക്ചർ. നമ്മൾ ഒരുപാട് സെന്റൻസ് സ്ട്രക്ചർ പഠിച്ചു അല്ലേ. മെയിൻ സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ നോക്കി, എന്താണ് ബൈക്ക് അല്ലെങ്കിൽ ബാസ്ക്കറ്റ്. അവിടെ നമ്മൾ കോമ്പൗണ്ട് പഠിച്ചു, കോംപ്ലക്സ് പഠിച്ചു, കോമ്പൗണ്ട് കോംപ്ലക്സ് പഠിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വേറെ നോക്കി നോട്ടാ എങ്ങനെയാണ് ഈ കമ്പൈൻഡ് സെന്റൻസ്, അത് പഠിച്ചു. അപ്പൊ ഒരുപാട് സെന്റൻസ് സ്ട്രക്ചറുകൾ നമ്മൾ കടന്നുപോയി. ലേൺ നൗൺസ് വിത്ത് ഡിറ്റർമിൻസ്, അഡ്ജക്റ്റീവ്സ് എക്സെട്ര ആൻഡ് പോസ്റ്റ് മോഡിഫൈ വിത്ത് സെന്റൻസ് കോമ്പിനേഷൻസ്. വലിയ വാക്കെടുത്തൊന്നും വിചാരിക്കണ്ട. കണ്ടോ, ഹൂ, വിച്ച്, ദാറ്റ്, whose, what, and, but, though, yet, because, ing verb to verb. ഇതാണ് നമ്മൾ പഠിച്ച ട്രിക്ക്. നമ്മളെന്താ പഠിച്ചേ, ഈ സെന്റൻസുകൾ, ഈ വാക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ബാസ്ക്കറ്റായി മാറും. അതല്ലെങ്കിൽ ഫാൻ ബോയ്സ്, അതല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞ ബിക്കോസ്, ing വെർബ്, ജെറന്റ്, ടു വെർബ്, ടു ചേർത്ത് തന്നെ വെർബുകൾ. അപ്പൊ ഇപ്പൊ നമ്മൾ നല്ല സ്ട്രോങ് പൊസിഷനിലാണ്. Let us learn nouns pre-modifier with the determinants, adjectives, etc. and post-modify with the sentence combination. So we are in a strong position. നമ്മളിപ്പോ സെന്റൻസിന്റെ സ്ട്രക്ചർ പഠിച്ചു. നമുക്ക് എങ്ങനെയാണ് ഈ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ബാസ്ക്കറ്റ് ഇരിക്കാനൊക്കെ അറിയാം. സോ ബ്രേക്ക് ഡൗൺ ലോങ് സെന്റൻസസ് അപ് ടു സെന്റൻസ് കോമ്പിനേഷൻസ്. Try to understand the fraction by fraction to comprehend all sentence. സെന്റൻസ് ഇപ്പൊ എത്ര നീട്ടമുള്ളതാണെങ്കിലും നമുക്ക് ചോദിക്കാം ഹു ഓർ വാട്ട്. ഓക്കെ, ദിസ് ഇസ് വൺ. അതിന്റെ ഫ്രണ്ട് വീൽ എവിടെയാ, ബക്കി വീൽ എവിടെയാ, അത് സെന്റൻസ് ആയിട്ട് മാറി. നടുക്ക് വെക്കുമ്പോൾ ബാസ്ക്കറ്റ് ആയി. അടുത്തത് ഒരു ബാസ്ക്കറ്റ് നടുക്ക് വെച്ചേക്കണം, ബാസ്ക്കറ്റ് ബാക്കിൽ വെച്ചേക്കണം, ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കണം. അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. സോ സെന്റൻസിന്റെ അകത്ത് നമ്മള് എല്ലാ രീതിയിലുള്ള സെന്റൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ഷൻ ബൈ ഫാക്ഷൻ,
അപ്പോൾ ഇപ്പൊ സെന്റൻസ് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഇപ്പൊ സെന്റൻസ് കട്ട് ചെയ്ത് ഡിഫറെന്റ് കൊട്ടക്കകത്തിട്ട് അറിയാം. ബാസ്കറ്റ്, ബൈക്ക്, ബാസ്കറ്റ്, ബൈക്ക്, ബൈക്ക്, ബാസ്കറ്റ്. Well done. Just practice and you can easily break down big sentences into comprehend properly. ഇത്രയും പറഞ്ഞതിന്റെ അകത്ത് ഒരേ ഒരു കാര്യമുള്ള, ഒരു സെന്റൻസ് ഒരുപാട് വലുതാണെങ്കിൽ അതങ്ങ് ബ്രേക്ക് ചെയ്യാനുള്ള ട്രിക്കാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിൽ എന്നിട്ട് നമ്മൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുക. റീഡിങ് വേഴ്സസ് സ്കിമ്മിങ് വേഴ്സസ് സ്കാനിങ് ആൻഡ് ദർ യൂസസ്. ഈ റീഡിങ്ങും സ്കിമ്മിങ്ങും സ്കാനിങ്ങും തമ്മിൽ ഉള്ള വ്യത്യാസം എളുപ്പത്തിൽ പറയാനായിട്ട് ട്രിക്ക് ഉണ്ട്. എനിക്കറിയില്ല, നിങ്ങള് ഈ ആരുടെ റിലിജിയനെ പറയല്ല, ചില മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് ബൈബിള് എടുത്തു കഴിഞ്ഞിട്ട് അവര് പെട്ടെന്ന് തന്നെ പോയിട്ട് മാത്യു 28 എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം പെട്ടെന്ന് നമുക്ക് അതിന്റെ അകത്തുനിന്ന് ഓടിച്ചെടുത്തിട്ടുണ്ടോ. എന്നിട്ട് അവർ അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ പറയും ഇതിനെക്കുറിച്ച് തന്നെ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ബൈബിൾ പാർട്ട് എടുത്തിട്ട് പോയിട്ട് അവര് ആ സംഭവം പെട്ടെന്ന് നോക്കിയിട്ട് മാത്യു എവിടെ പറഞ്ഞു, ഓ ഇത് മാത്യുവിന്റെ അകത്താ, ലൂക്കിന്റെ അകത്ത് പോയി തപ്പി സംഭവം. സി ദാറ്റ് ഈസ് ദ വൺ, ദാറ്റ് ഈസ് ദ ഓൺലി വൺ വി ആർ ഓൾവേസ് തിങ്ക് അബൌട്ട്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വേണ്ട സംഭവം, പുള്ളിക്കൊരു ഐഡിയ ഉണ്ട്, എന്താ തപ്പണ്ടെന്ന ഐഡിയ ഉണ്ട്. ആ തപ്പണ്ട കാര്യം തന്നെ പുള്ളി എന്താ പറഞ്ഞേ, മാത്യു 10:12 അങ്ങനെ ഒരു വാക്യമാണ് പുള്ളി തപ്പിപ്പോണത്. മാത്യു 10:12 അവിടെ കിടക്കൊണ്ട് പുള്ളിക്ക് എളുപ്പത്തിൽ തപ്പാൻ പറ്റും. പക്ഷെ പുള്ളി നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ടും പുള്ളിക്ക് തപ്പന്റെ ഏരിയ ആയതുകൊണ്ടും പുള്ളി എന്താ ചെയ്യണേ, ആ സാധനം ആ ഓൾ ബൈബിൾ എടുത്തിട്ട് മാത്യുവിന്റെ ആ ബൈബിളിലേക്ക് പോയിട്ട് അതിന്റെ അകത്ത് ആ ചാപ്റ്ററിന്റെ അകത്തേക്ക് പോയിട്ട് അതിന്റെ അകത്ത് ആ പർട്ടിക്കുലർ നമ്പറിന്റെ അകത്തേക്ക് പോകണം. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. സിമ്പിൾസ് മെത്തേഡ്. നമുക്ക് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോയിങ് ത്രൂ സെന്റൻസസ് ടു ഫൈൻഡ് ഔട്ട് റിക്വയർഡ് ഇൻഫർമേഷൻ ദയർ. റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വായിക്കുക. ഓർ ഇറ്റ് ഈസ് എ മെത്തേഡ് ടു കോംപ്രിഹെൻഡ് സെന്റൻസസ് പ്രോപ്പർലി. പിടിച്ചു നോക്കിയാ, ഇറ്റ് ഈസ് എ മെത്തേഡ് ടു കോംപ്രിഹെൻഡ് ദ സെന്റൻസസ് പ്രോപ്പർലി. വെരി ഇമ്പോർട്ടന്റ് വാക്കാണ്. കാരണം നമുക്കിപ്പോ സെന്റൻസ് ഫോർമേഷൻ എന്താണെന്ന് അറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ, എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കണമെങ്കിൽ ഹൂ, വിച്ച്, ദാറ്റ്, ദോസ്, വാട്ട്, ബട്ട് അത് ചേർത്ത് വരുന്നതായിരിക്കും എപ്പോഴും അഡീഷണൽ ഇൻഫർമേഷൻ. ഡിപെൻഡന്റ് സെന്റൻസസ്, ബാസ്കറ്റ്സ്, മെയിൻ സെന്റൻസിന്റെ അകത്ത് മെയിൻ കാര്യമായിട്ടുണ്ടാവും. അതിന്റെ ഒരു കോംപ്രിഹെൻഷൻ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് മച്ച് സ്ലോവർ. However, by practice you can speed up considerably. Skimming is going through the sentences by focusing your attention on the main words, only ignoring the auxiliary verbs, articles, etc. to understand the information or idea quickly. It is much faster than reading. So helpful in the IELTS, save the time. For IELTS, you have to practice skimming with more than 70% of comprehension. സ്കിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ലെപ്പർ ഹീലായി എന്നുള്ള കാര്യം മാത്യുവിന്റെ ചാപ്റ്ററിൽ പോയി തപ്പാന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ആണ് മെയിൻ ആയിട്ട് നോക്കിപ്പോണത് അല്ലെ. അപ്പൊ നമ്മൾ നോക്കി പോകുമ്പോൾ കാണാം നമുക്ക് ജീസസ് ഇന്ന വഴിക്കാണ് പോയത്. അപ്പൊ അദ്ദേഹം ഇന്ന വഴി ആ സമയത്തല്ല ഇന്ന റോഡിലൂടെ പോകുമ്പോഴല്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ ഇതിനകത്ത് ബേസിക് എന്തിനാണ് റീഡിങ്ങിന്റെ സ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ UK യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ അവർ നമുക്ക് ടോപ്പിക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എഴുതിക്കൊണ്ട് വരണം. അപ്പൊ അവർ അതിന്റെ അകത്ത് ഡീറ്റെയിൽസ് കൊടുക്കും. നമുക്ക് നാട്ടിൽ അങ്ങനെ സിസ്റ്റം ഉണ്ട്, പക്ഷെ നമ്മളൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെ. നാട്ടിൽ എന്ന് പറയുമ്പോൾ സിലബസ് മൊത്തം വരുമ്പോൾ സിലബസിന്റെ അകത്ത് എന്തെല്ലാം ബുക്ക് റെഫർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ബുക്കിന്റെ അകത്ത് പോയിട്ട് ആ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ അകത്ത് ആ പർട്ടിക്കുലർ ഇൻഫർമേഷൻ തപ്പിയെടുക്കാനുള്ള ഒരു സ്കില്ല് ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്ന സംഭവമാണിത്. സ്കാനിങ് മീൻസ് ഗോയിങ് ത്രൂ ദ സെന്റൻസസ് വെരി ക്വിക്ക്ലി വിത്തൗട്ട് എനി കോംപ്രഹെൻഷൻ. പിന്നെ നമ്മൾ വേറെ എന്തോ കണ്ടു, only ignoring the auxiliary verbs, articles, etc. Okay, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, നമ്മൾ പിന്നെ വന്നിട്ടില്ലെങ്കിൽ. സ്കാനിങ് മീൻസ് ഗോയിങ് ത്രൂ ദി സെന്റൻസസ് വെരി ക്വിക്ക്ലി വിത്തൗട്ട് എനി കോംപ്രഹെൻഷൻ, ഫൈൻഡ് ഔട്ട് റിക്കോർഡ് കീ വേർഡ്സ് ഓർ ഫിഗർ. ഇവിടെയാണ് വേറൊരു സാധനം വന്നത്, കീ വേർഡ്. Okay, after getting the keyword you can read the required sentences or
required sentence or skim it to find out your answer. Thus, you don't need to read a lot of sentences, can save your time. അപ്പോൾ ഒരു കീവേഡുമായിട്ട് സെർച്ച് ചെയ്യാൻ പോണ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മലയാള ഫോർമാറ്റ് നമ്മൾ കണ്ടു. പശു, ജേഴ്സി, കന്നുകാലി. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ ഇതിന്റെ ടോപ്പിക് കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ജനറൽ റൂൾസ് ഫോർ IELTS റീഡിംഗ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തിങ്, കോൺസെൻട്രേറ്റ് യുവർ സെൽഫ് അഗെയിൻ. ദിസ് ഈസ് വെരി സ്ട്രെസ്ഫുൾ സെക്ഷൻ. പറയാതെ നമുക്ക് അറിയാൻ പറ്റും, കാരണം നമുക്ക് 60 മിനിറ്റേ ഉള്ളൂ. ഇത് വായിച്ചപ്പോൾ തന്നെ അതിനൊരു 10 സെക്കൻഡ് പോയി. സോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ we are going to be stressed out now. You have to read the question and understand it. രണ്ടാമത്തെ, skim the test, comprehend it, find out the right answer. എങ്ങനെ പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമെന്ന് പറയുമ്പോൾ time management is a key factor. So time management, ടൈം അല്ല കീ ഫാക്ടർ, ടൈം മാനേജ്മെന്റ് ആണ്. അപ്പോ നമ്മളിലേക്ക് നോക്കുക, നമ്മൾ എങ്ങനെയാണ് ആ ടൈം നമുക്ക് കിട്ടിയ 60 മിനിറ്റ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ടു ക്രാഷ് ദ ടാർഗറ്റ് ബാൻഡ്, റീഡ് ദ ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ ആണ് ക്വസ്റ്റ്യൻ. They are going to trick us there. Okay, maintain the question time. Each question allocate to 50 to 90 seconds. അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, കാരണം it is not practical. Theoretically it is possible, but practically it's not possible, depending on its complexity. If you find some question difficult to answer, just guess the answer and make it to come back later on. നമ്മുടെ ബ്രെയിൻ ഒന്നും കൂടി ഒന്ന് വർക്ക് ചെയ്യണം അല്ലേ? ഓക്കെ, ബട്ട് ഡു നോട്ട് സിറ്റ് ബാക്ക് ഫോർ മോർ ദാൻ 90 seconds ഫോർ എനി ക്വസ്റ്റ്യൻ. ബേസിക്കലി ഇതിൻ്റെ അകത്ത് പറഞ്ഞത്, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, നമ്മൾ അതിനെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് അത് മാത്രം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്കത് കിട്ടിയില്ല, ലീവ് ഇറ്റ്, ഗോ ഫോർ നെക്സ്റ്റ് വൺ. കാര്യം മറ്റുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതേ പാരഗ്രാഫിന്റെ അകത്ത് തന്നെയാണ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ തപ്പിപ്പോണേ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പിന്നെ അത് വന്നു പെട്ടേക്കാം. അതാണ് ബേസിക്കലി പറയുന്നുള്ളൂ. ഐഡന്റിഫൈ കീവേഡ്സ് that contain the main idea in the question. That may be called location marker, as you can use them to find out answer location in the passage. Generally ഈ മെയിൻ ഐഡിയ ഇരിക്കുന്നത് എപ്പോഴും നമ്മുടെ ബൈക്ക് ആൻഡ് ബാസ്കറ്റിന്റെ അകത്തായിരിക്കും കേട്ടോ. അത് ഒരിക്കലും നമ്മുടെ ബൈക്കിന്റെ അകത്തായിരിക്കും, ഒരിക്കലും അത് ബാസ്കറ്റിന്റെ അകത്ത് വരാൻ ചാൻസ് കുറവാണ്. സോ ആ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച സെന്റൻസിന്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലും കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈക്കിന്റെ അകത്തായിരിക്കും ഇരിക്കുക. Practice to use pencil point to skim, to test, scan the location, the key point, or some figure. It doesn't matter. കാരണം പെൻസിൽ പോയിന്റ് ഉപയോഗിച്ചാൽ നല്ലത്. നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് ശീലം ഇല്ലെങ്കിൽ ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് അത് ഉപയോഗിക്കുമ്പോൾ വരുള്ളൂ. Do not use your lip or tongue to read or skim. This will hold you speed reading. അത് കറക്റ്റാണ്. കാരണം നമ്മളിപ്പോ ഈ സെന്റൻസ് വായിച്ച് പോകുമ്പോൾ നമ്മൾ ലിപ്പോ ടങ്ങോ ഉപയോഗിക്കുമ്പോൾ നമുക്കത് പറഞ്ഞ് തീരുന്നവരെ ആ ടൈം എടുക്കും. അപ്പൊ ടോട്ടലി ഈ സെക്കൻഡ്സ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബ്രേക്ക് ഡൗൺ ലാർജ് സെന്റൻസ് ഇൻ ദ സ്മോൾ പാർട്സ്. അതാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വലിയ ഇന്നലെ നമ്മൾ പഠിച്ച കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് പോയി നമ്മൾ പഠിച്ചു നോട്ടാ. വി ആർ ബ്രേക്കിംഗ് ഡൗൺ ദ സെന്റൻസസ്. മെയിൻ ഐഡിയ, subordinate clause, dependent clause. Appo we learned that technique now, so we are master on that technique now. Try to comprehend part by part. But dependent clause in the basket il endana karyam parnirikane, bike endana karyam parnirikane, oru rashayum namukku angane nokkam. Try to break down.
ഹലോ ഹലോ എന്റെ ഒരു പേജ് അതിന്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു തോന്നുന്നു. അതാ നോക്കിയത്, എന്റെ ഫ്ലോ അതാണ് പോയത് കേട്ടോ. നേരത്തെ വിളിച്ചതാരാ? ആ ഒരു പേജ് മിസ്സായപ്പോഴാണ്, സോറി. ഓക്കെ. അപ്പൊ 9 പറയുമ്പോ ബ്രേക്ക് ഡൗൺ ലാർജ് സെന്റൻസസ് ആൻഡ് സെന്റൻസ് കോമ്പിനേഷൻ എക്സെട്ര ദാറ്റ് വിച്ച് വാട്ട് വെൻ ing വെർബ്. ഈ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് ബാസ്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകളാണത്. ഓക്കെ. അപ്പോ ഇനിയിപ്പോ നമുക്ക് എത്ര വലിയ സെന്റൻസിനെ കണ്ടാലും നമുക്ക് പേടിയില്ല. കാരണം നമുക്കറിയാം എവിടെയാണ് ബൈക്ക് ഇരിക്കുന്നത്, ബാസ്കറ്റ് ഇരിക്കുന്നത്. മെയിൻ ഐഡിയ എന്ന് പറഞ്ഞ ബൈക്കാണ്, ബാസ്കറ്റ് ആണ്. ഓക്കെ. 10ാമത്തത് ഈച്ച് പാസേജ് കണ്ടെയ്ൻസ് ആൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ. അപ്പോ ഒരു പാരഗ്രാഫിന്റെ അകത്ത് ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും, എ ബോഡി ആൻഡ് എ കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ or first paragraph contains the main idea, the theme of the passage. Last paragraph contains the conclusion. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ നോക്കിയ ഒരു പാസേജ്, നമ്മൾ നേരത്തെ എങ്ങനെയാണ് റൈറ്റിംഗിൽ ഇരിക്കണം നമ്മൾ കണ്ടു. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു പാരാഗ്രാഫിന്റെ അകത്ത് ആദ്യത്തെ സെന്റൻസ് എന്ത് സംഭവിച്ചാലും ടോപ്പിക് സെന്റൻസ് ആയിരിക്കും. അതിന്റെ അകത്ത് ഒരു തീരുമാനം കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതിന്റെ അവസാനത്തെ സെന്റൻസ് എപ്പോഴും കൺക്ലൂഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മളൊന്ന് ജനറലായി ചിന്തിച്ചു നോക്കിയേ. അതായത് ഇപ്പൊ ഇത് വായിച്ച് നോക്കാം. ഈച്ച് പാരാഗ്രാഫ് കണ്ടെയ്ൻസ് ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ. യൂഷ്വലി ഫസ്റ്റ് 1 or 2 sentences contain മെയിൻ ഐഡിയ ഓഫ് ദി പാരാഗ്രാഫ്. ഉണ്ടോ? അവര് ഭയങ്കര ട്രിക്കിയാ. കാരണം ആദ്യത്തെ സെന്റൻസിന് ചിലപ്പോ ഒരു മെയിൻ ഐഡിയ കൊടുത്തിരിക്കില്ല. ചിലപ്പോ തൊട്ടടുത്ത് രണ്ടാമത്തെ സെന്റൻസ് അവർ കൊടുത്തിരിക്കുക. അപ്പൊ ആദ്യത്തെ പറയുമ്പോൾ ഭയങ്കര ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും കൊടുത്തിരിക്കുക. For this reason, sometimes first 2 sentences are enough to read, find out the right answer, heading, matching questions. So, try to find out the sentence that contain the main idea of the paragraph. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ 2 സെന്റൻസുകളിൽ ഏത് സെന്റൻസിലാണ് മെയിൻ ഐഡിയ എന്ന് നമ്മൾ എപ്പോഴും അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. Which is called as topic sentence by some other authors. Information of this topic sentence will bring you the right heading of the paragraph. അപ്പോ ഈ ട്രിക്കി ബിറ്റുകളിലേക്കാണ് പോണേ. അവരെങ്ങനെയാണ് നമ്മൾ ചീറ്റ് ചെയ്യണേ, നമുക്ക് എങ്ങനെ അവരെ ചീറ്റ് ചെയ്യാം, അതാണ് ഗെയിം നടക്കാൻ പോണേ അതിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ പറയാ ആദ്യത്തെ സെന്റൻസിനകത്ത് അവർ ചിലപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും കൊടുത്തിരിക്കില്ല. അപ്പൊ തൊട്ട് താഴെ സെന്റൻസ് വായിക്കുക. അപ്പൊ ആ പാരഗ്രാഫിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ 2 സെന്റൻസിന്റെ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും കൂടെ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും നമ്മൾ എക്സാമ്പിളിലേക്ക് പെട്ടെന്ന് നോക്കുക. അപ്പൊ എക്സാമ്പിളും ഈ ടോപ്പിക് സെന്റൻസുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ബേസിക്കലി ഒരു എസ്സേക്കകത്ത് 4 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ഇത്രയും വിചാരിച്ചാൽ മതി, 4 കാര്യങ്ങളെ കുറിച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പൊ 4 ടോപ്പിക്കിനെ കുറിച്ച് ആ ഒരു നിയമത്തിന് ഒരു മാറ്റമല്ല. ഒരു പാരഗ്രാഫില് ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവുള്ളൂ. അപ്പൊ ആദ്യത്തേത് ടോപ്പിക് സെന്റൻസ്, പിന്നെ രണ്ടാമത്തെ സെന്റൻസ് നോക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ടോപ്പിക് സെന്റൻസ് കണക്ക് കൂട്ടാം. ഓക്കെ. അതുകൊണ്ടാണ് പറയണത് ആദ്യത്തെ 2 സെന്റൻസ് ഉള്ള 4 പാരാഗ്രാഫിന്റെ അകത്ത് ആദ്യത്തെ 2 സെന്റൻസിൽ വെച്ച് എല്ലാത്തിനെയും വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ എസ്സേക്കകത്ത് മൊത്തം എന്താണ് പറയാൻ പോണെന്ന് നമുക്കൊരു ഹെഡിങ് കിട്ടും. ഇപ്പൊ ഞാൻ തന്നെ ആണെങ്കിലും ഒരു ബുക്ക് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്യണ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
കോമൺ സെൻസ് പോയിന്റ്, ഈ തിയററ്റിക്കൽ പോയിന്റ് വെറും കോമൺ സെൻസ് പോയിന്റ് എടുക്കാം. ഞാൻ തന്നെ ഒരു ബുക്ക്, നമ്മളെല്ലാവരും തന്നെ ഒരു ബുക്ക് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം തൊട്ടാ അതിന്റെ ഫസ്റ്റ് പേജ് വായിച്ചു കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കും അല്ലെ. ഒരു 5 ചാപ്റ്റർ ഉണ്ട്, 5 ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കും. അപ്പൊ കൊള്ളാം, ആ ഹെഡിങ് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, അത് പണിയാണ്. 3ാമത്തെ ഹെഡിങ് പിന്നെ വായിക്കാം, ഇത്തിരി ബോറിംഗ് സാധനം, 4ാമത്തെ വായിച്ചേക്കാം. സോ ആ ഒരു ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ വി ആർ ഗെറ്റിംഗ് ദ ഐഡിയ ദ എന്താണ് ബുക്കിനകത്ത് മൊത്തം പറയാൻ പോകുന്ന കാര്യം. അടുത്തത് മാനേജ് യുവർ സ്ട്രെസ് ബൈ പ്രാക്ടീസിങ് റീഡിങ് ക്വസ്റ്റ്യൻസ് ഇമിറ്റേറ്റിംഗ് എക്സാം അറ്റ്മോസ്ഫിയർ. അപ്പൊ നമുക്ക് പ്രാക്ടീസിങ് റീഡിങ് നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഫേസ്ബുക്കിന്റെ പേജിന്റെ അകത്ത് റീഡിങ്ങിൽ ഉള്ള എന്റെ ഓരോ ദിവസത്തേക്കുള്ള റീഡിങ്ങിന്റെ ഞാൻ അപ്ലോഡ് ചെയ്യും. അത് നോക്കുക. നമ്മൾ പിറ്റേ ദിവസം വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ആൻസർ ഇവിടുന്ന് ചെക്ക് ചെയ്യും കേട്ടോ. സോ ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ഇപ്പൊ നമ്മൾ സമയത്തെ കുറിച്ച് പറയണ്ട, കാരണം സമയം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ടൈപ്പ് ഓഫ് റീഡിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്ട്രാറ്റജി ഫോർ ദി ആൻസർ. നമ്മൾ ഇവിടെ ഉദ്ദേശമില്ല. 10 types of reading questions usually found in a real exam and the strategy to approach the real right answers could be different as stated as below. 10 ടൈപ്പ് മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ IELTS റീഡിംഗ് എക്സാമിന് വന്നത്. അതിനെ 10 സ്ട്രാറ്റജി കൊണ്ട് പോകണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനെയും നമ്മൾ തപ്പാൻ പോകുന്നത് സെയിം മെത്തേഡ് വെച്ചല്ല. നമ്മൾ ഇന്നലെ വരെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ആ സ്റ്റൈൽ മാറ്റുകയാണ് കേട്ടോ. കാര്യം മാറ്റണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സെയിം ചെയ്ത് തപ്പാൻ പോയി നമുക്ക് കിട്ടില്ല അതിന്റെ ആൻസർ. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫ് ഹെഡിങ് മാച്ചിങ്. നമ്മളെല്ലാം കണ്ടുള്ള സംഭവമാണ് അതൊക്കെ. നമുക്ക് നോക്കാം. പാരഗ്രാഫ് ഹെഡിങ് മാച്ചിങ്ങിനെ ആണെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം. അതിന്റെ സ്ട്രാറ്റജി നമ്മൾ പഠിച്ചിരിക്കണം. പാരഗ്രാഫ് ഹെഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞത് ഈ 4 പോയിന്റാ. അറ്റ് ഫസ്റ്റ്, read first 2 sentences of the paragraph in a passage, then try to point out the target information or main idea of the paragraph by good comprehension. You may underline keywords. അപ്പോ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണേണ്ട കാര്യം റീഡ് ഫസ്റ്റ് 2 sentences ഓഫ് പാരഗ്രാഫ്. അപ്പോൾ ടോപ്പിക് സെന്റൻസ് നമ്മൾ വായിക്കണം അല്ലേ. നമ്മൾ ടോപ്പിക് സെന്റൻസ് വായിച്ചു. ടോപ്പിക് സെന്റൻസ് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് തന്നെ അണ്ടർലൈൻ ചെയ്തു കീവേഡ്സ്. കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ. ട്രൈ ടു മാച്ച് ദ ടാർഗറ്റ് ഇൻഫർമേഷൻ. എപ്പോഴും ഈ ഒരു വാക്ക് ശ്രദ്ധിക്കുക. ടാർഗറ്റ് ഇൻഫർമേഷൻ. ടാർഗറ്റ് വേർഡ് അല്ല കേട്ടോ. ടാർഗറ്റ് വേർഡ് അല്ല, ടാർഗറ്റ് ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ മെയിൻ ഐഡിയ. നമ്മൾ സാധാരണ നമ്മൾ തെറ്റ് സംഭവിക്കുന്ന നമ്മൾ ആ വേർഡ് മാച്ച് ചെയ്യാൻ പോകും. നോ, അതിനകത്തുള്ള ഐഡിയ എന്ന് പറയുമ്പോൾ എപ്പോഴും വന്നത് പശു, ജേഴ്സി, കന്നുകാലി, ആ ഒരു ലെവലിൽ പോവുക. ആൻസർ ദി ഓപ്ഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, കണ്ടിട്ടില്ല. ഇത് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടില്ല എൻ്റെ അന്ന്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡു നോട്ട് റീഡ് ദ ഹെഡിങ് ഓപ്ഷൻസ് ഇൻ ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ഇറ്റ് വിൽ ക്രിയേറ്റ് ഇൻഫർമേഷൻ ജാം ഓർ കൺഫ്യൂഷൻ യുവർ ഹെഡ് ബിക്കോസ് സംടൈംസ് ദേ ആർ ടു സിമിലർ. അവരെ അത് സിമിലർ ആക്കി തന്നെ ഇടുകയുള്ളൂ, ഒരു സംശയമില്ല. കാരണം നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നെ. അപ്പോ ഹെഡിങ്ങിന്റെ അകത്തുനിന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അവരത് സിമിലാരിറ്റി ആയിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇഫ് യു കാൻ റീഡ് ഫൈൻഡ് എ മാച്ചിങ് ഓപ്ഷൻ, റീഡ് അനദർ 1 or 2 sentences. അതെന്താണത്? അനദർ 1 or 2 sentences എന്ന് പറയുമ്പോൾ നമുക്കപ്പോ ടോപ്പിക് സെന്റൻസ് വായിച്ചിട്ട് നമുക്കത് മനസ്സിലായില്ലെങ്കിൽ അനദർ 1 or 2 sentences. അതെന്തുള്ളത്? ആ ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻ സെന്റൻസുകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുട്ടാ അതിന്റെ എക്സാമ്പിൾ വരാൻ പോണം അല്ലേ. NB, do not read the whole paragraph at once. ഇത് ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം. നമ്മൾ ഓൾ പാരഗ്രാഫ് വായിക്കാൻ പോകുന്ന നമുക്ക്, കാരണം അതിന് മുമ്പ് കണ്ടുപിടിക്കാൻ പറ്റിയ വി ആർ ബ്രില്യൻറ്റ്. ബിക്കോസ് യു ക്യാൻ ഫൈൻഡ് ദ മാച്ച്
with the first 1 or 2 sentences and can save the time. പാരഗ്രാഫ് ഹെഡിങ് മാച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ജനറൽ ടേംസിൽ എടുക്കുകയാണെങ്കിൽ, ഒരു കോമൺ സെൻസ് പോയിന്റ് ഓഫ് വ്യൂ എടുക്കുകയാണെങ്കിൽ, ആ പാരഗ്രാഫിന് കൊടുക്കേണ്ട ഹെഡിങ് ആണ് അല്ലെ അപ്പോൾ മാച്ച് ചെയ്യാൻ. അപ്പോ ആ ടോപ്പിക് സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എപ്പോഴും ആ പാരഗ്രാഫിന്റെ ഹെഡിങ് വരിക. വേറെ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ടോപ്പിക് സെന്റൻസ് അങ്ങനെ തന്നെ പാരാഫ്രേസ് വെച്ചിരിക്കുന്നതായിരിക്കും. കാരണം ആ ടോപ്പിക്കിനെ കുറിച്ചാണ് ആ പാരാഗ്രാഫ് പറയാൻ പോണേ. അപ്പൊ ആ പാരാഗ്രാഫിന്റെ ഹെഡിങ് ആ ടോപ്പിക് സെന്റൻസോട് ബന്ധപ്പെട്ടായിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് 1 or 2 sentences will help us. Please keep in mind, heading should be the summary and theme of the whole paragraph. ആ ഹെഡിങ് എന്ന് പറയുന്നത് അതിന്റെ സമ്മറി അല്ലെങ്കിൽ തീം. സാധാരണ നമ്മൾ ഹെഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യമാണ് സമ്മറി. നോ സമ്മറി മാത്രമല്ല, ആ പാരാഗ്രാഫിലുള്ള തീമായിരിക്കും. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു പാരഗ്രാഫിന്റെ അകത്ത് ഒരു തീമും ഉണ്ടാവുള്ളൂ. 2 3 കാര്യങ്ങൾ നമ്മൾ എഴുതുന്നവർക്കായിരിക്കില്ല അവരെ എഴുതി വെച്ചുക. ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോ ഒരു പാരഗ്രാഫിൽ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഹെഡിങ് മാച്ചിങ്ങിന്റെ ട്രിക്ക് എന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ എടുത്തു നോക്കുക. ട്രിക്ക് എന്തുട്ടാ? ഒന്നുമില്ല, ആദ്യത്തെ 2 സെന്റൻസ് വായിക്കുക. ആ സെന്റൻസിന്റെ അകത്ത് സംഭവം ഉണ്ടോ നോക്കുക. മനസ്സിലായില്ല, ടോപ്പിക് സെന്റൻസ് വായിച്ച് മനസ്സിലായില്ല, എക്സാമ്പിൾ അതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത 2 സെന്റൻസ് വായിച്ചു നോക്കുക. അപ്പോഴത്തെ നമുക്ക് കിട്ടും. നമുക്ക് അതിനകത്ത് എപ്പോഴും നമ്മൾ, കാരണം നമ്മൾ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും സിമിലർ ആയിരിക്കും എന്ന് ഒരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡുമായിട്ട് നമ്മൾ പോകാവുള്ളൂ. ആ മൈൻഡ് നമ്മൾ തളിക്കാത്തുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മൾ മോർ കൺഫ്യൂസ്ഡ് ആയി പോകും, അത് നമുക്ക് റൈറ്റ് ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് റൈറ്റ് ആൻസറാണ്. ഓക്കെ, അപ്പൊ ആ തീമും ആ സമ്മയും നോക്കുക. രണ്ടാമെന്ന് പറയുമ്പോ പാരഗ്രാഫ് ഇൻഫോർമേഷൻ മാച്ചിങ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അതിന്റെ സ്ട്രാറ്റജി, ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മേ കം ഇൻ two variations. ഒന്ന്, a number of information matching is fewer than a number of paragraph. A number of information matching is fewer than a number of paragraph. 3 out of 8 paragraphs. Okay. A number of information matching is almost close to the number of paragraphs. 6 out of 8. Okay. ഭയങ്കര തീർച്ചയായിട്ടും കൊടുത്തേ. എന്താണ് ഒരു സംഭവം, അതെന്താ ചെയ്യണോ തിരിച്ചു പറയാനില്ല കേട്ടോ. In first case, answer this set of questions at the end in order, not to lose enough time reading all paragraph at the beginning. Usually, the questions are coming from the rest of the text of paragraph, from whether the questions are not asked. ചില പാരാഗ്രാഫില് ആ ക്വസ്റ്റ്യൻസ് ആസ്ക് ഉണ്ടായിട്ടില്ല. സെക്കൻഡ് കേസ്, you may start to solve the beginning of the passage of the reading. In second case, you may start to solve at the beginning of the passage of the reading. The method information matching is similar to heading matching. Method of information matching നമ്മൾ ആ heading matching മുമ്പത്തെ വ്യത്യാസമില്ല. But here to understand target information, need to skim whole paragraph and then try to match. അങ്ങനെ ഹാർഡാണ് അല്ലേ? നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ. One thing should be kept in mind that you have to match the information, not the words. ഇതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കേണ്ടത്. ഇൻഫോർമേഷനാണ് നമ്മൾ മാച്ച് ചെയ്യാൻ പോണത്, ഒരിക്കലും വേർഡ്സ് അല്ല. So when some word in question option match the word in the passage text, option is wrong answer most probably. അതാണ് അതിന്റെ അകത്തെ ഏറ്റവും വലിയ ട്രിക്ക് കണ്ടോ. When some word in the question option, ക്വസ്റ്റ്യനിലുള്ള ഒരു വേർഡ് മാച്ച് വിത്ത് ദ വേർഡ് ഇൻ ദ പാസേജ് ടെസ്റ്റ്, അത് ആ പാസേജ് ടെസ്റ്റിൽ മാച്ച് ആവുകയാണെങ്കിൽ the option is wrong answer most probably.
പശുവിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പശുവിനെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം. കാരണം ഞാൻ പശുവിനെ അല്ല അവിടെ പ്രതീക്ഷിച്ചിരിക്കണേ, അത് നമ്മളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ബിസ് ട്രിക്കി പാർട്ട് ഹിയർ. This is the important part here. Okay, match the information, not the words. Words match ആവുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും. കാരണം നമ്മൾ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ വേർഡ്സ് അവൻ കൊണ്ടിട്ടിട്ട് മനഃപൂർവ്വം നമുക്ക് ഇട്ട് തന്നേക്കണത്. എക്സാമ്പിൾ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു, സ്ലം ഡോഗ് മില്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പാടില്ല. അതിന്റെ അകത്ത് ഏറ്റവും ഒരു സീനിന്റെ അകത്ത് ഇവൻ അതിന്റെ ആൻസർ, തെറ്റായ ആൻസർ ബാത്റൂമിൽ പോയി കഴിയുമ്പോ ഇവൻ ആ ബോർഡിൽ എഴുതിട്ടിട്ട് പോകും. അപ്പൊ അവന് മനസ്സിലായി അതല്ല ആൻസർ. ആ ഒരു സെയിം തീം അവിടെ കേട്ടോ. They don't give us the right answer. They are not stupid. They are tricking us now. In information matching, you should take care of grammatical, singular, plural, gender, verb, adjective, and structure of the sentences, passive voice, and conditional issues. Very, very careful. അത് സിംഗുലർ ആവാം, ചിലപ്പോൾ പ്ലൂറൽ ആവാം, ജെൻഡർ ചിലപ്പോൾ മാച്ച് ഇട്ടേക്കാം, വെർബ്, അഡ്ജക്റ്റീവ്, അതല്ലെങ്കിൽ അത് പാസീവ് വോയിസ് ആവാം, അല്ലെങ്കിൽ അത് കണ്ടീഷണൽ, ഈഫ് അങ്ങനെയൊക്കെ വന്ന സംഭവങ്ങളായിരിക്കാം. ഈഫ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ആൻസർ ചാൻസ് വരാൻ കുറവാണ്. സോ വി ഗോട്ട് ദാറ്റ് ഐഡിയ നൗ. ഓക്കെ, അപ്പോ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോകുമ്പോ നമ്മുടെ വേർഡ്സ് ഈ ടൈപ്പിന്റെ അകത്ത് പോകുമ്പോ, പാരാഗ്രാഫ് മാച്ചിങ് ഇൻഫർമേഷന്റെ അകത്ത് പോകുമ്പോ നമ്മുടെ വേർഡ് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലം ശരിയാ, എപ്പോഴും നമുക്ക് അത് ഗസ് പോകാൻ പറ്റില്ല. ബട്ട് ഓക്കെ, അടുത്ത മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ സയന്റിസ്റ്റ്, ഓതർ, ഫീച്ചർ മാച്ചിങ് ഓർ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ്, underline the keywords in the features and scientist name. Very important. നമ്മൾ ആദ്യം തന്നെ അണ്ടർലൈൻ ചെയ്യുക അവരുടെ കാര്യങ്ങൾ. Scan them to find out the passage. Read the related information with a good comprehension and then classify and match. Okay. മൂന്നാമത് പറയുമ്പോൾ classify the scientist first, whose name are mentioned once in the paragraph passage. If some scientist name is quoted several times, that should be classified at last. നമ്മൾ ട്രിക്ക് ചെയ്യുന്ന സ്ഥല, ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ പേര് ഒരു പ്രാവശ്യമാണ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ classify at last. It will be easier to find out the right answer from the rest of the limited options left in the question. Okay. അപ്പൊ ഒരുപാട് സമയം വന്നിരിക്കുന്നത് നമ്മൾ സൂക്ഷിക്കുക. അടുത്ത നോക്കുക, സെന്റൻസ് ഹൗസ് മാച്ചിങ് സ്ട്രാറ്റജി. ഫസ്റ്റ് റീഡ് 2 questions, അണ്ടർലൈൻ കീവേഡ്സ്. അപ്പോ ആ ബാച്ചിൽ, ആ ടൈപ്പ് ഓഫ് ബാച്ചിൽ എത്തിക്കഴിയുമ്പോ നമുക്ക് ഫസ്റ്റ് റീഡ് 2 questions, നമുക്ക് 2 questions വായിക്കാം. അണ്ടർലൈൻ ദ വേർഡ്സ്, അതായത് പശു, പശു, കറുത്ത പശു, രണ്ടും അതിന്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൊക്കേറ്റ് ദം ഇൻ ദ പാസേജ്. റീഡ് ദ റിലവന്റ് സെന്റൻസസ് ടു കോംപ്രിഹെൻഡ് ടാർഗറ്റ് ഇൻഫർമേഷൻ ആൻഡ് മാച്ച് വിത്ത് ഹൾ ഓപ്ഷൻസ്. മൂന്നാമത്തത് ഗ്രാമറ്റിക്കൽ, സിംഗുലർ, പ്ലൂറൽ, ജെൻഡർ, വെർബ്, അഡ്ജക്റ്റീവ് ആൻഡ് മീനിങ് മാച്ചസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് മാച്ചിങ്. വെർബ് സിംഗുലർ ആവാം, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവാം. നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അടുത്തത് നോക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, MCQ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ റീഡ് ഫസ്റ്റ് 2 questions ആൻഡ് അണ്ടർലൈൻ കീവേഡ്സ്. നമ്മൾ 2 questions എന്തിനാ റീഡ് ചെയ്യുന്നത്? നമുക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു വഴിക്കാ പോണത്. അപ്പൊ ചിലപ്പോ ഒന്നിന്റെ ആൻസർ രണ്ടാമത്തെ ആൻസർ ആയിരിക്കും ആദ്യം കൊടുത്തങ്ങനെ, അത് മറ്റേ ആൻസർ ആദ്യം കൊടുത്തിരിക്കണം. സോ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ നമ്മൾ ബേസിക്കലി ഒരു 4 കീവേഡുമായിട്ട് അങ്ങ് പോയാൽ മതി സെന്റൻസിന്റെ അകത്തേക്ക്. ഫസ്റ്റ് റീഡ് 2 questions, അണ്ടർലൈൻ കീവേഡ്സ്, ലൊക്കേറ്റ് ദം ഇൻ ദ പാസേജ്. എന്താ ലൊക്കേറ്റ് ചെയ്യണേ? കീവേഡ്സ്.
റീഡ് ആൻഡ് കോംപ്രിഹെൻഡ് relevant sentences. കീവേഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് വായിക്കുക, അതിന് ഫൈൻഡ് ഔട്ട് റൈറ്റ് ആൻസർ. ഇവിടെ റിമെമ്പർ ചെയ്യാൻ കാര്യമുണ്ട്. Remember, in the answer options, there will be either wrong information or extra information, which is not in the passage. So, distinguish the right answer by eliminating them. Wrong information or extra information കൊടുത്തുകൊണ്ട് നമ്മളെ അവർ കൺഫ്യൂസ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ? Right answer by eliminating them. ഇത് wrong information ആണ്, extra information. MCQ maintains passage order. That means the question answer appears sequentially in the passage. അത് മാത്രമാണ് ഇതിനുള്ള ആശ്വാസം. 1, 2, 3 ആണെങ്കിൽ ആ ഒരു പാരഗ്രാഫ് അനുസരിച്ച് അടിന്ന് മുകളിലേക്ക് തന്നെയായിരിക്കും വന്നിരിക്കുക. അടുത്തത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അത് ഞാൻ നോക്കാൻ പോണ്ടേ. Read 2 questions first. Underline the keywords. Locate the words in the passage and find out the right answer. Keyword search word. And keyword search basically നമ്മൾ പറയും. Usually WH questions are asked who, what, when, which, where, why, etc. Answer exact the same word as you find this text. Questions maintain the passage order. ആൻസർ ആ സെയിം വേർഡ് വെച്ച് തന്നെ നമുക്ക് കിട്ടിയിരിക്കും. അടുത്ത നോക്കുക, ഐഡന്റിഫിക്കേഷൻ ഓഫ് റൈറ്റേഴ്സ് വ്യൂ ഓർ ക്ലെയിം. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അത് എഴുതിയ ആളുടെ വ്യൂ എന്താണോ ക്ലെയിം എന്താണോ. യെസ്, നോ, നോട്ട് ഗിവൻ. ഇത് നോക്കുക, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ ടെസ്റ്റ്, ട്രൂ, ഫാൾസ്, നോട്ട് ഗിവൻ. താഴത്തെ അകത്ത് പറയുമ്പോ അത് എഴുതിയ ആൾക്കുടെ വ്യൂ, അല്ലാണ്ട് ജനറൽ അതിന്റെ തിയററ്റിക്കലി ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ അത് എഴുതിയ ആൾക്കുടെ വ്യൂ ആണ് നമ്മൾ യെസ്, നോ, നോട്ട് ഗിവൻ കൊടുക്കുന്നത്. ഓർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ ടെസ്റ്റ്, ടെസ്റ്റിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വാക്ക് ശ്രദ്ധിക്കുക, 100% ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ട്രൂന്ന് കൊടുക്കും, 100% ആയിട്ട് തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് കൊടുക്കും, 100% പാട്ട് നമ്മൾ നോട്ട് ഗിവൻ കൊടുക്കും. സോ വി ഹാവ് 3 ചോയ്സസ്. ബേസിക്കലി നമ്മൾ ഇതിന്റെ അകത്തൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, നമുക്ക് യെസ് ഓർ നോട്ട് ഗിവൻ, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ട്രൂ ഓർ ഫാൾസ് നോട്ട് ഗിവൻ. ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം യെസ് ഇട്ട് വെക്കുക. ഓക്കെ, എല്ലാം ട്രൂ ഇട്ട് വെക്കുക. അപ്പൊ അത് 50% ശരിയാവും എന്നാണ് ഒരുപാട് തിയറികൾ നമ്മളെ കാണിച്ചു തന്നെ. ഒരിക്കലും നമ്മള് ഏതൊരു വി ഗോ വിത്ത് ഓൺലി വൺ തിങ്, ട്രൂ ഓർ ഫാൾസ്. നമ്മൾ ഫാൾസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഫാൾസ് ഇട്ട് വെക്കുക, ട്രൂ ആ ചൂസ് ചെയ്യുകയാണെങ്കിൽ ട്രൂ ഇട്ട് മാത്രം വെക്കുക. ഇൻ കേസ് നമുക്ക് ടൈം തികഞ്ഞില്ല, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നോക്കുക. ഇതിന്റെ അകത്തും തിയറി വെച്ച് നോക്കുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം വായിക്കേണ്ടത്. എന്നിട്ട് അതിന്റെ അണ്ടർലൈൻ, അതിന്റെ കീ വേർഡ്സ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യണം. ലൊക്കേറ്റ് ഇൻ ദ പാസേജ് ആൻഡ് റീഡ് ദ relevant sentences. ആ കീവേഡ് നമ്മളുമായിട്ട് പോയി കഴിയുമ്പോൾ അത് ആ പാസേജ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അത് നമ്മൾ ആ റിലവന്റ് ആയിട്ട് സെന്റൻസ് വായിക്കുക. സെന്റൻസ് വായിക്കുമ്പോൾ നമ്മൾ കണ്ടു സെന്റൻസ് നീട്ടുള്ള സെന്റൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിന്റെ അകത്ത് പോയിട്ട് ബൈക്ക് ആൻഡ് ബാസ്കറ്റ് ആയിട്ട് തിരിക്കാൻ പഠിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അതിന്റെ അകത്ത് ഇത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, ഇതാണ് അതിന്റെ മെയിൻ തീം എന്ന് മനസ്സിലാക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വേർഡ് ഇൻ ക്വസ്റ്റ്യൻ മാച്ചസ് ദ വേർഡ് ഇൻ ദ പാസേജ്, the answer probably false or not given. Do not match the word, match the information. ഇതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ട്രിക്കി ബിറ്റ്. നമുക്ക് തെറ്റാവാനുള്ള ഒരു കാരണം അതാണ്. കാരണം എന്താണെങ്കിൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് if the word of the question matches with the word in the passage, സെയിം വേർഡ് തന്നെ, പശു തന്നെ അതിന്റെ അകത്ത് പശു വന്നിട്ടുണ്ടെങ്കിൽ അത് ഫാൾസോ നോട്ട് ഗിവനോ ആയിരിക്കും. Do not match the word.
match the information. ഇതാണ് ഇമ്പോർട്ടന്റ്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ പശുവാണ്, നമ്മൾ നോക്കാൻ പോകുന്നത് ജേഴ്സി അല്ലെങ്കിൽ കന്നുകാലിനാണ് കേട്ടോ. ശ്രദ്ധിക്കുക, if there are some determinants, every, any, each, all, no, only, little, some, few, most, many, several, a, and in the question the answer probably false or not given. Think carefully. അപ്പൊ ഇത്രയും വാക്കുകൾ നമ്മൾ കാണാൻ പഠിച്ചേക്കണം. ഈ ഒരു വാക്കുകൾ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആൻസർ ഒരിക്കലും ട്രൂ ആയിരിക്കില്ല, ഫാൾസോ അത് നോട്ട് ഗിവൺ ആയിരിക്കും. അത് പറ്റിയിട്ടാണ് പറയാനത്. ഓക്കെ, if there is a number, amount, quantity, percentage or comparison in the question, take care of the understand the question and make the answer. The answer usually false or not given. അപ്പോ ഒരു നമ്പർ, എമൗണ്ട്, പെർസെന്റേജ്, ക്വാണ്ടിറ്റി ഇൻ ദ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വെരി വെരി കെയർഫുൾ. 20% കണ്ടിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും false or not given ആയിരിക്കും. Even they sometimes coincide with the passage. So try to read the question and passage very carefully and understand what is asking. Okay, നമുക്കിതും നമുക്ക് പഠിച്ചു വെക്കണം എന്ന് ചെയ്യാൻ പോകുമ്പോ. Sometimes there are maybe some grammatical mismatch. നമ്മൾ അന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുമ്പോ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുമ്പോ വെർബ് പ്ലൂറൽ ആയിരിക്കണം. സിംഗുലർ ആയിരിക്കും, വെർബ് ആയിരിക്കും, അത് എന്തെങ്കിലും. ടേക്ക് കെയർ ഓഫ് ദിസ്. അടുത്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് യൂഷ്വലി മെയിൻറ്റെയിൻ ദ പാസേജ് ഓർഡർ. അത് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്തിരുന്ന മറ്റൊരു ആശ്വാസം. yes or no question 1 by 2 3 4 5 നമുക്ക് നേരെ തന്നെ ആ പാസേജ് ഓർഡർ തന്നെയായിരിക്കും കിടക്കുക. അപ്പൊ അതുകൊണ്ട് മറ്റൊരു ആശ്വാസമുണ്ട്. അടുത്ത് നോക്കുക, ഫൈൻഡിങ് ഫാക്ടേഴ്സ് ഓർ ഇൻഫർമേഷൻ. എക്സാമ്പിൾ 2 3 out, 5 or 6 options, 5 or 6 out, 8 9 options. നമുക്ക് നോക്കാം സംഭവം. Solve the questions at the last stage when other questions of passage already solved. അത് നമ്മളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഇതിന്റെ ചിലപ്പോൾ അതിന്റെ ആദ്യം ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സമയം കളയാനാണ് ഉദ്ദേശം. ഇൻഫർമേഷൻ ഫാക്ട് കണ്ടുപിടിക്കാൻ പോകുന്ന സംഭവം കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവസാനത്തിൽ മാറ്റി വെക്കാം. ആൻസർ ദ ക്വസ്റ്റ്യൻ കുഡ് ബി സോർട്ട് ഔട്ട് ബൈ മാച്ചിങ് ഓർ എലിമിനേറ്റിംഗ്. നമ്മൾ രണ്ട് ട്രിക്കിനെ കുറിച്ചും പഠിക്കുക. മാച്ചിങ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. These answers usually locate in that part of the passage where other answers do not locate. Important. These answers usually locate in that part of the passage and where the other answers do not locate. Question do not maintain passage order. That is a very difficult problem. അതുകൊണ്ടാണ് ഇത് പാസേജ് ഓർഡറിൽ അല്ല വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ അത്ര കുറെ പോകും. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. സോ വി ഹാവ് ടു കെയർഫുൾ അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. 9th fill in the blanks. There are 5 types of completion. ഒന്ന് പറയുമ്പോ നോട്ട് കംപ്ലീഷൻ, 2 ടേബിൾ കംപ്ലീഷൻ, 3 സമ്മറി കംപ്ലീഷൻ, സെന്റൻസ് കംപ്ലീഷൻ, ഫ്ലോ ചാർട്ട് ഓർ ഡയഗ്രാം കംപ്ലീഷൻ. അതിന്റെ സ്ട്രാറ്റജി നോക്കുക. അണ്ടർലൈൻ ദ കീവേഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ബ്ലാങ്ക്സ്. അപ്പോ ആ ഫില്ല് ചെയ്യാനുള്ള ബ്ലാങ്ക് കോളത്തിന്റെ തൊട്ട് മുമ്പുള്ള വാക്കും അണ്ടർലൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള വാക്കും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ദ കീവേഡ്, അതായത് ഒരു സെന്റൻസ് നടുക്കാണ് വന്നിരിക്കണമെങ്കിൽ, ഫില്ല് ഇൻ ദ ബ്ലാങ്ക് നടുക്കാ വന്നിരിക്കണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള 2 വേർഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. ആൻസേഴ്സ് നോട്ട് കംപ്ലീഷൻ. ഫ്ലോ ചാർട്ട് ഡയഗ്രാം യൂഷ്വലി ലൊക്കേറ്റ് in the one paragraph may not maintain the passage sequence. Oh dear. For table completion, read and underline column of caption first. Table ആണെങ്കിൽ column ആണ് നമ്മൾ ആദ്യം വായിക്കേണ്ടത്. Then fill up the blanks row by row. മറ്റേത് table and summary completion do not maintain passage sequence. അപ്പൊ ടേബിളോ സമ്മറി ആയിട്ട് വന്നെങ്കിൽ
അത് ഒരിക്കലും ആ പാസേജ് സീക്വൻസ് വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഗ്രാമറ്റിക്കൽ ഇഷ്യൂ, സിംഗുലർ, പ്ലൂറൽ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്. ഇപ്പൊ മനസ്സിലായി നമ്മൾ ഈ വെർബ് അഡ്ജക്റ്റീവ് ഒക്കെ പഠിച്ചത് ആക്ച്വലി നമുക്ക് ഇവിടെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് ഇവിടെയും വരും. The meaning must be important. The meaning must be considered. അപ്പൊ അവിടെ മീനിങ് ആണ് കൺസിഡർ ചെയ്യണത്. Read first 2 blanks, underline the keywords and hunt for the answers for the passage. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 പോയിട്ട് read the blanks, underline keywords, hunt for the answers for the passage. Summary completion is the hardest because most of the time of idea is paraphrase. Most of the time അല്ല, all the time. അത് പാരഫ്രൈസ് ചെയ്തിരിക്കുക ഓർ സമ്മറൈസ് ചെയ്തിരിക്കുക. മോർ ഓവർ ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ദ പാസേജ് ഓർഡർ. അതൊരിക്കലും പാസേജ് ഓർഡറിലായിരിക്കുമില്ല. സമ്മറി കംപ്ലീഷൻ മേ ബി 2 types, വിത്ത് ക്ലൂ വേർഡ്സ്, വിത്തൗട്ട് ക്ലൂ വേർഡ്സ്. അപ്പൊ ക്ലൂ വേർഡ് ഉണ്ടാവും, ക്ലൂ വേർഡ് ഉണ്ടായിരിക്കുക. ഓൾവേസ് ചെക്ക് വെദർ ദർ ആർ ക്ലൂസ് ഓർ നോട്ട് ടു സേവ് യുവർ ടൈം. പേടിക്കണം കേട്ടോ, തീരാറേ 10ാമത്തെ കേട്ടോ അവസാനം. Passage title. Usually the last question of the passage. Usually, കേട്ടോ. Strategy. Try to find out the right answer of the first paragraph from the introduction or main idea, or from the last paragraph, conclusion. Sometimes it is possible from the overall text message only. മൊത്തം പാസേജ് ടൈറ്റിൽ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മളിപ്പൊ നിൽക്കുന്നത് എവിടെയാ? ഒരു 10-15 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം 10-15 ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ അകത്ത് 10-15 ടൈപ്പ് ഓഫ് മോഡലിലാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങളുടെ കാര്യം. നമുക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഒരു വഴിക്കാ പോകണമെങ്കിൽ പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മുമ്പിലുള്ള എസ്ഐക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് ഓൾറെഡി. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ 4 പാരാഗ്രാഫ് ഉണ്ടെങ്കിൽ 4 ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും, 4 കൺക്ലൂഷൻ ഉണ്ടാവും. അത് മസ്റ്റ് ആണ്. ടോപ്പിക് സെന്റൻസ് അവർ എന്ത് ചെയ്യും? ചിലപ്പോൾ 2ാമത്തെ സെന്റൻസിന് കൂടെ ടോപ്പിക് സെന്റൻസ് വെക്കുള്ളൂ. ആദ്യത്തെ അവർ കുറച്ച് വേറെ എന്തെങ്കിലും ഈ തെങ്ങിനെ പറ്റി എഴുതും, എന്നിട്ട് അവർ പശുവിനെ പറ്റി എഴുതുള്ളൂ. അല്ലെങ്കിൽ പശുവിനെ പറ്റി എഴുതും, പിന്നെ തെങ്ങിനെ പറ്റി. അപ്പൊ 2 സെന്റൻസ് ആയിട്ട് വരും. സോ വി ആർ നോട്ട് ഗോയിങ് ടു പ്ലേ വിത്ത് ദ ഗെയിം. ഓക്കെ. മിസ്റ്റേക്സ് ഇൻ IELTS റീഡിംഗ്. അപ്പൊ ഇത്രയും പഠിച്ചത് ശരിയാ നമ്മൾ പഠിച്ചത്. നമ്മൾ എന്താ മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ നോക്കാം. മെയിൻറ്റെയിൻ ദ പാസേജ്, ടൈം മാനേജ്മെന്റ് ഫോർ അക്കാദമിക് പാസേജ് 20 minutes each, 20 minutes. Passage do not maintain any order or difficulties. അപ്പൊ 3 പാസേജ് ഉണ്ടെങ്കിൽ ഒരു പാസേജ് ചെയ്യാൻ നമുക്ക് മാക്സിമം എടുക്കാവുന്ന ടൈം എത്രയാ? 20 minutes. ഒന്നാമത്തെ പ്രോബ്ലം, ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഡു നോട്ട് ഫോളോ ദ ക്വസ്റ്റ്യൻ ടൈം മാനേജ്മെന്റ്. ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ 50 to 90 seconds. ബേസിക്കലി പറയുന്നതാ, ഡു നോട്ട് ഹാങ് ഓൺ എനി ക്വസ്റ്റ്യൻ മോർ ദാൻ 90 seconds. 1.5 മിനിറ്റ് കൂടുതൽ ഒരു ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു മൂവ് ഫോർവേഡ്. ലീവ് ഇറ്റ് ആൻഡ് റിട്ടേൺ ആൻഡ് എൻഡ് ആൻഡ് ഗെസ് ദി ആൻസർ ഓർ ഗെസ് ദി ആൻസർ. നമുക്ക് നല്ല കഴിവുണ്ടല്ലേ ആൻസർ ഗസ് ചെയ്യാനായിട്ട്. ഡിഡ് നോട്ട് റീഡ് ദ ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ആ ക്വസ്റ്റ്യന്റെ വാക്കല്ല വായിക്കേണ്ടത്, അതിന്റെ മുകളിൽ എഴുതിക്കണ ഇൻസ്ട്രക്ഷൻ നമ്മൾ നല്ല വണ്ണം വായിക്കണം. അപ്പൊ നമ്മള് ഇനിയിപ്പോ റീഡിങ് ചെയ്ത് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കും. ഫോൾട്ട് ഇൻ ദ കീവേഡ് ലൊക്കേഷൻ ഹണ്ടിങ്, എ റോങ് സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ ഇത്രയും റൈറ്റ് സ്ട്രാറ്റജിയാ, ഇതേപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സ്ട്രാറ്റജി ആയിരിക്കും. റോങ്. റീഡ് 2 questions ഫസ്റ്റ്, നോട്ട് 1. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കണം ഒരേ സമയം. ബിക്കോസ് യു മേ ഫൈൻഡ് ദി ആൻസർ 1 question later. ഓക്കെ, ഗുഡ് ഐഡിയ. നോട്ട് കറക്റ്റ്ലി മാർക്ക് ദ കീവേഡ്. കീവേഡ് ഓർ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് അതിന് മാർക്കൊന്നും പോകാൻ പോലുള്ള, പക്ഷെ നമുക്ക് വർക്ക് കൂടും. Read the question carefully. See, it is better to use the pencil tip or to locate the keyword in the passage scanning.
സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി MRI സ്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ബോഡി അങ്ങോട്ടേക്ക് സ്കാൻ ചെയ്ത് പുറത്തേക്ക് എടുക്കാനല്ലേ, അത് അതിന്റെ അകത്തുള്ള ഈച്ച് ആൻഡ് എവറി പാർട്ട് എടുക്കാണ്. അതാണ് സ്കാനിങ് എന്ന്. ഈ സെന്റൻസ് സ്കാനിങ്ങിനും അല്ലെ ഈ പാസേജ് സ്കാനിങ്ങിനും അതിനകത്ത് പോയിട്ട് നമ്മൾ ഡീറ്റെയിൽ തത്വമാണ്. നാലാമത്തെ മിസ്റ്റേക്ക് നമ്മൾ ഉണ്ടാക്കാൻ നോട്ടാ, ഡിഡ് നോട്ട് മിസ്റ്റേക്സ് ഇൻ ആൻസർ ട്രാൻസ്ഫർ. കാരണം എന്താ, wrote incomplete answer, grammatically not correct, incorrect spelling, singular pure mistake, etc. ശ്രദ്ധിക്കുക, നമുക്ക് വീണ്ടും നമ്മുടെ ഗ്രാമർ നമ്മൾ വീണ്ടും കളിച്ചു തുടങ്ങി റീഡിങ്ങിന്റെ അകത്ത്. ഡിഡ് നോട്ട് മെയിൻറ്റെയിൻ കറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സീക്വൻസ്. ഓക്കെ. ഡിഡ് നോട്ട് ട്രാൻസ്ഫർ ദി ആൻസേഴ്സ് ഇൻ ടൈം. ഡിഡ് നോട്ട് you will not get extra time to transfer the answers for the sheet. അപ്പൊ അപ്പാപ്പ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പാപ്പ ചെയ്യുക, ആൻസർ കണ്ടുപിടിച്ച അപ്പൊ തന്നെ അതിനകത്ത് എഴുതേക്കുക, അടുത്തേക്ക് പോകാൻ നോക്കും. ഇതിനകത്ത് അവര് സ്പെല്ലിങ്ങിനെ കുറിച്ചും സിംഗുലറിനെ കുറിച്ചും പ്ലൂറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എഴുതാന്നുള്ള വിവരം. ഓക്കെ, വി ക്യാൻ റൈറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഇന്റൻഷൻ ഫോർ കണ്ടിന്യൂസ് റീഡിങ്. The big mistakes where we read without comprehension. കോംപ്രിഹെൻഷന്റെ അർത്ഥം മനസ്സിലാക്കുക. അതായത് ബിഗ് സെന്റൻസസ് വലിയ സെന്റൻസ് ആണെങ്കിൽ ചോപ്പ് ഇറ്റ് അപ്പ്. ഓക്കെ. ആറാമത്തെ തെറ്റ് നമ്മൾ ഉണ്ടാക്കാൻ നോട്ടാ, ട്രൈങ് ടു മാച്ച് ദി ആൻസർ ഫ്രം വോൺ നോളജ്. എപ്പോഴും ശ്രദ്ധിക്കുക, അത് എഴുതി ആക്കടെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഗസ് ചെയ്യുവാണെങ്കിലും ആ എഴുതിയ ആള് എന്താണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്ന് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എടുക്കുക. നമ്മുടെ സ്വന്തം നോളജ് ഒരിക്കലും അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. പ്ലീസ് റിമെമ്പർ, റീഡിങ് ദ ടെസ്റ്റ് ഓൺലി ദ റൈറ്റ് സോഴ്സ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സോഴ്സ് എന്നിട്ടാ ആ ടെസ്റ്റിന്റെ അകത്ത് തന്നെ റീഡിങ് സോഴ്സ് എടുക്കാവുള്ളൂ, നമ്മുടെ നോളജ് അകത്ത് മിക്സ് ചെയ്യാൻ പാടില്ല. സോ ഫൈൻഡ് യു ആൻസർ ഫ്രോം ദ ടെസ്റ്റ്. കുഡ് നോട്ട് മാനേജ് ഓവറോൾ സ്ട്രെസ് ആൻഡ് ഫിയർ ലൂസിങ് ടൈം. ഇതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം കേട്ടോ. സോ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. Okay, you do not reading practice the two directions. A, improve general reading skills. B, improve skills to answer IELTS question. Right. നമുക്ക് ആ റീഡിങ് മോഡലും കൂടെ വായിച്ചിട്ട്, കാരണം ഇത്തിരി ഹാർഡ് സബ്ജക്റ്റ് ആണെന്ന് എനിക്കറിയാം. നമുക്ക് ഇതും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിനെ നമുക്ക്, കാരണം ഇത് ഞാൻ ഇപ്പൊ തന്നെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം നമ്മളിത് വായിച്ച സെക്ഷൻ ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ ആ എന്താ പറയാ വലിയ എന്താ പറഞ്ഞ ബോർഡ് ലെറ്ററിൽ കൊടുത്തെങ്കിൽ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ഉണ്ട് കേട്ടോ. മോഡ് ഓഫ് റീഡിംഗ് പ്രാക്ടീസ്. You don't need to reading practice in two directions. Improve your general reading skill for speed and comprehension. We improve your skills to answer the question for IELTS exam. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന് റീഡിങ് സ്പീഡിൽ റീഡ് ചെയ്യാൻ പഠിക്കണം, രണ്ടാമത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പഠിക്കണം. ക്വസ്റ്റ്യൻസ് ആൻസർ എങ്ങനെ ആ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പഠിക്കണം. To improve your global reading skill, first you have to enhance your knowledge of the grammar. നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ബൈക്ക് ബാസ്കറ്റ് കണ്ടാൽ നമുക്കറിയാം, ബൈക്ക് ബാസ്കറ്റും കൂടി തന്നെയാണ് കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാക്കുന്നതും കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കുന്നതും കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കുന്നതും. എന്ത് സെന്റൻസ് ആണെങ്കിലും ഇതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സെന്റൻസ് സ്ട്രക്ചർ, അത് നമുക്ക് മനസ്സിലായി. ആൻഡ് യുവർ വൊക്കാബുലറി കപ്പാസിറ്റി. നമുക്ക് വൊക്കാബുലറി കപ്പാസിറ്റി നമുക്ക് എത്രമാത്രം ഉണ്ടാക്കാവോ അത്രയും നല്ലത്. അപ്പൊ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും, കാരണം നമുക്ക് ഈ ഊഹിക്കാൻ പോകുന്ന ചിന്താഗതി കുറച്ച് കിട്ടും. Read more passage, learn more words from there. Try to understand the text. First, read slowly to comprehend the text. Reading without comprehension means doing something without any target or result. Basically, ആ വായിക്കുന്ന സെന്റൻസുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ അർത്ഥം ഇംഗ്ലീഷിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം. So comprehension reading is very important. വായിച്ചു പോകുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ലിറ്റിൽ ബൈ ലിറ്റിൽ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് റീഡിങ്. പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടിയെടുത്താൽ മതി. റീഡ് നോട്ട് ഈച്ച് ആൻഡ് എവറി വേർഡ് ആൻഡ് ക്ലച്ച് ദ വേർഡ്സ്. നോട്ട് ടേക്കിംഗ് ദ കൺസിഡർ സം ഓഫ് ദ പാർട്സ് ഓഫ് ദ സ്പീച്ച് ലൈക്ക് പ്രപ്പോസിഷൻ, കൺജക്ഷൻ, ആർട്ടിക്കിൾസ് എക്സെട്രാ. ഇൻക്രീസ് യുവർ പെർഫെക്ഷൻ വിഷൻ
that means looking at not a single word but all line like driving a car on the street. Basically നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഒരിക്കലും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഇപ്പൊ ഇതിനകത്ത് ഇത്രയും പറഞ്ഞല്ലോ, അതായത് നമ്മൾ വേർഡിന്റെ മീനിങ് സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, ആ സെന്റൻസിന്റെ മീനിങ് ചെയ്യും. ആ സെന്റൻസ് മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ റിവൈൻഡ് ചെയ്യുക. ബൈക്ക് ഏതാ, ബാസ്കറ്റ് ഏതാ, ബാസ്കറ്റ് ബേർഡ്സ് ഏതാ, സംഭവങ്ങൾ ഏതാ. ഓക്കെ, ഇതിപ്പോ മെയിൻ ഐഡിയാണ്, ഇത് സബോർഡിനേറ്റ് ഐഡിയ, ഡിപെൻഡന്റ് ക്ലോസ് ആണ്. But the time you will be accomplished the skill and can improve your reading speed and comprehend a lot. To improve your skill, answer the IELTS reading questions, learn the types of questions, how to approach them. അത് നമ്മൾ കണ്ടത്. What are the tricks and traps? Tricks and traps നമ്മൾ ഉത്തരം കണ്ടിരുന്നു. Maintain the time limit. അപ്പോ ട്രിക്സ് ആൻഡ് ട്രാപ്സ് എപ്പോഴും നമ്മുടെ IELTS ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ആൾക്കാരാ. By practicing some reading passage, you can improve your skills definitely. Speed reading and skimming, you have to practice comprehend passage, understand the main idea. Main idea, ഒരു സെന്റൻസിനകത്ത് മെയിൻ ഐഡിയ എവിടെയായിരിക്കും ഇരിക്കുക? അതിന്റെ ബൈക്കിന്റെ അകത്തായിരിക്കും. ബാസ്കിന്റെ അകത്ത് വരുന്ന എല്ലാം സബോർഡിനേറ്റിംഗ് ഐഡിയാസ് ആയിരിക്കും. So topic sentences in the first paragraph. Identify supporting ideas and their sentences, usually beginning with each paragraph. Summarize the paragraph instead of arguments and claims. You have to practice scanning well and specify word details. So നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റീഡിംഗ് പാസേജ് ആണ് കണ്ടോ. ഓക്കെ, ഈ ഒരു പാരാഗ്രാഫ് നോക്കാം. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവം കമ്പ്ലീറ്റ് നമുക്കൊന്ന് വായിക്കാൻ പറ്റും കേട്ടോ. Academic, how to solve passage questions. Time management is a main factor. നമ്മൾ പറഞ്ഞ കാര്യമില്ല. If you try to proper strategy, it will not be hard for you. Okay. Passage 1, Police Department, United States and Canada, see it as a central of the ഓക്കെ ഓക്കെ സോറി ശരിയാണ്, ഇത്ര ഉള്ളൂ. കാരണം ഞാനത് ഒരു പേജ് എക്സ്ട്രാ എടുത്താണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളെ റീഡിങ് പാസേജിന്റെ ഇത്. ആദ്യത്തെ സെന്റൻസ് ടോപ്പിക് സെന്റൻസ്, പിന്നെ നമ്മൾ ഇത് പഠിക്കും. പിന്നെ നമ്മൾ ആദ്യത്തെ 1 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ആദ്യം കൊടുത്തിരിക്കുകയാണ് ഇൻസ്ട്രക്ഷൻസ്. ഇതല്ലാട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ സംഭവമാണ് കേട്ടോ. ഹെഡ്ലൈൻസ്, പാരഗ്രാഫ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്, അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ട്, പിന്നെ സെന്റൻസ് ടേക്കൺ ഫ്രം ദ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പോയിട്ട് നമ്മൾ നോക്കും അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ എങ്ങനെ പിടിച്ചെന്ന് നോക്കും. ഈ ഒരു സംഭവം നമ്മൾ കുറെ പ്രാക്ടീസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഇത്രയും പഠിച്ച തിയറി എങ്ങനെയാണ് ആപ്ലിക്കുക. അപ്പോൾ നമുക്ക് ഇനി മുതൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ റീഡിങ് പാസേജ് നോക്കും, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കും, അതിന്റെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. എന്നിട്ട് നിങ്ങൾ ഇത് ഫ്യൂ ടൈംസ് ഇരുന്നിട്ട് ഓരോ ദിവസം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തോളാം. ഓരോ ദിവസം അപ്പൊ സൊല്യൂഷൻ നമ്പർ 1. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ച തിയറി എങ്ങനെയാണ് ഇവിടെ പ്രാക്ടിക്കൽ ആക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ റീഡിങ് പോകാൻ പോണേ. ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് റീഡിങ് ബുദ്ധിമുട്ടാണ് എന്നൊന്നും വിചാരിക്കണ്ട. ഇത് ഇതിന്റെ ഇൻട്രഡക്ഷൻ ആണ് കേട്ടോ. സോ നമുക്ക് ഇന്ന് ഇൻട്രഡക്ഷൻ ആയിട്ട് പോവാം. ഞാനേ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിന്റെ ആ സ്ലൈഡ്സ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ഫേസ്ബുക്കിൽ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ട് ഞാൻ യൂട്യൂബിന്റെ അകത്ത് വീഡിയോയും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വീഡിയോ ഇന്നോ നാളെ ആയിട്ട് കാണുക. അതിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, എല്ലാം അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്